ഒന്ന് ഇങ്ങനെ ഷോപ്പർ മോഡൽ കിടക്കുന്ന കഴുത്തിൽ അങ്ങനെ ഒട്ടി കിടക്കുന്ന കുറച്ച് ജ്വല്ലറീസ് ഒന്ന് കാണാൻ ആ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വെഡിങ് ഗസ്റ്റ് അങ്ങനത്തെ ഇവിടെ കൂടുതലും വെഡിങ് കസ്റ്റമർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് പിന്നെ എനിക്ക് കല്യാണം പെൺകുട്ടികൾക്ക് പറ്റിയതും കൂടെ കാണാം. കാരണം കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. നിങ്ങൾ റെന്റിലൊക്കെ ചെയ്യുന്നുണ്ടോ? റെന്റിൽ നമുക്ക് മേളിലെ ഫ്ലോർ ആണല്ലേ. ഹായ്, വെൽക്കം ടു റിഷാസ് ഡ്രീംസ്. ഇന്ന് ഞാനിപ്പോൾ വന്നേക്കുന്നത് പറക്കാട് ജ്വല്ലറിയിലാണ്. അപ്പം എൻ്റെ വരവിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എനിക്കിനി 2-3 കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് ഒരു മാല മേടിക്കലാണ് ഉദ്ദേശം. അപ്പം എപ്പോഴും നമുക്ക് എൻ്റെ ഉള്ള ഇപ്പോൾ 10-20 വർഷമായിട്ടുള്ള ഗോൾഡൊക്കെയാണ് ഇരിക്കുന്നത്. അത് ഇട്ടിട്ട് സ്റ്റോക്കൊക്കെ തീർന്നു. അപ്പം എപ്പോഴും സ്വർണം മേടിക്കാൻ ഉള്ള ഒരു അത് വേർത്തല്ല, ഒരു സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മേടിക്കേണ്ട കാര്യം ഇനി എനിക്കില്ല. അപ്പം നമുക്ക് ആവശ്യമില്ല അത്രയും പൈസ കൊടുത്ത് ഗോൾഡ് മേടിക്കല്. അപ്പം ഞാൻ വിചാരിച്ചു പറക്കാട് ജ്വല്ലറി. അപ്പം എനിക്ക് അധികം അങ്ങനെ ഒരു അറിവില്ലായിരുന്നു അതിൻ്റെ ഒരു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി പേര് കല്യാണത്തിനും ഒക്കെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാം, ഇവരുടെ ഷോപ്പിൽ പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ടാണ് ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഷോപ്പ് ഇരിക്കുന്നത് MG റോഡിലെ വുഡ്ലാൻഡ് ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ്. അപ്പം നിങ്ങൾക്കും കൂടെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ ഈ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഈ മാല എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആന്റിക്കിലും ചെട്ടിനാടിലും നമ്മുടെ സാധാരണ നോർമൽ വരുന്ന 916ന്റെ ഷെയ്ഡിലും നമുക്ക് ഓർണമെന്റ്സ് ഉണ്ട്. ഇതിൽ ഏത് ഷെയ്ഡിലാണ് മാമിന് ഇഷ്ടം? എന്താ ഡിഫറൻസ് എന്താ? അപ്പം അതായത് ഇത് നമ്മൾ ആദ്യമേ തുടങ്ങിയുള്ള ഗോൾഡൻ കളർ 916ന്റെ കളറായിരിക്കും. യെല്ലോ കളർ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ സാരികൾ എന്ന് പറയുന്നത് നമുക്ക് കോപ്പർ കളറിലെ കസവാണ്. ആ ഒരു കസവ് ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനോട് കുറച്ചും കൂടി മാച്ച് ചെയ്യുന്ന ഒരു ഇത് ഒന്നിൽ ചെട്ടിനാടോ അല്ലെങ്കിൽ ആന്റിക്കാണ് ഇപ്പൊ ആളുകൾ കുറെ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിന്റെ ഒരു അതിന്റെ 1-2 ഡിസൈൻ കാണിച്ചു തരാം. ഇത് ഈ ഷെയ്ഡിൽ വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടും ഒന്ന് കാണിച്ചു. ഇത് മറ്റേ ആന്റിക്കല്ലേ? വലിപ്പം നമുക്ക് നോക്കാം. മാമിന്റെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിട്ട് അതാണ് പറക്കാടിന്റെ സ്പെഷ്യലും. അതായത് സ്വർണം വേണ്ട അതുപോലത്തെ ഒരു ഫീല് നമുക്ക് തരാൻ പറ്റും. നല്ല ഡിസൈൻ ഒക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. ഇതാണ് ആന്റിക്കിൽ വരുന്നത്. ഇതിപ്പോ നമുക്ക് ഇത് തന്നെ ഗോൾഡൻ കളറിലേക്ക് ആക്കണേ അങ്ങനെ ആക്കാം, ചെട്ടിനാടിലേക്ക് ആക്കണേ അങ്ങനെ ആക്കാം. ഗോൾഡിൽ ഇങ്ങനത്തെ ഡിസൈൻ ഞാൻ ഈ ടൈപ്പ് ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് തോന്നുന്നു. ഗോൾഡിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഗോൾഡിലും കാണുന്ന, പക്ഷെ ആ ഗോൾഡും ഇതായിട്ട് തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ്. ശരിക്കും അതേ പെർഫെക്റ്റ് ഡിസൈൻ ആയിട്ടും. അത് നമ്മൾ എന്താന്ന് വെച്ചാൽ ഗോൾഡ് സ്മിത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഗോൾഡിൽ എന്തൊക്കെ മെഷീനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. മെറ്റൽ മാത്രമേ ഇവിടെ ചേഞ്ച് ആവുന്നുള്ളൂ. വർക്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ വന്നിട്ട് നമ്മൾ ഇത് ഏത് ഷെയ്ഡിലാക്കണം എന്നുള്ളത് നമുക്ക് ഈ ചെട്ടിനാടും എല്ലാം നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഫിനിഷിംഗ് ആണല്ലോ. അത് ഏത് ഇതിന് വേണമെങ്കിലും കൊണ്ടുവരാം. അത് ഓരോരുത്തരുടെ ചോയ്സ്. ഇപ്പൊ ചിലപ്പോ ഇവിടെ ഇതുപോലത്തെ ഷെയ്ഡായിരിക്കും കിടക്കുന്നത്. പക്ഷെ അവർ പറയോ ഞങ്ങൾക്ക് ഈ ഷെയ്ഡിലേക്കോ ഈ ഷെയ്ഡിലേക്കോ ആക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ ആക്കി കൊടുക്കും. അതിനൊരു 2-3 ഡേ ഞങ്ങള് അവരോട് ചോദിക്കും. ഇല്ല, പേയ്മെന്റ് ഒന്നും വരത്തില്ല. പക്ഷെ ആ ഷെയ്ഡിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് സമയം തരണം. അപ്പൊ ഇതിപ്പോ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഒരാൾക്ക് റെന്റിന് എടുക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെന്റിനും കൊടുക്കാം. റെന്റിനുള്ള ഫ്ലോർ മേളിലാണ്. മേളിലുള്ള ഐറ്റത്തിൽ വന്നാലും നമുക്ക് റെന്റിനും കൊടുക്കാം. റെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മേക്ക് ചെയ്തിട്ട് കൊടുക്കില്ല. ഉള്ള ഐറ്റം വെഡിങ് കല്യാണ പെൺകുട്ടികൾക്ക് സപ്പോസ് റെന്റിന് എടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ റെന്റ് അങ്ങനെ ഫുൾ റെന്റ് ഫുൾ സെറ്റ് ആയിട്ട് അവര് ചോദിച്ചാൽ കുറച്ച് ഗോൾഡിൽ എടുത്തിട്ട് ബാക്കി താഴെ ഇടണം വലിയ മാലകൾ മാത്രം മേടിക്കും. എല്ലായിടത്തും നിങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പിന്നെ പുറത്തുണ്ട്, എല്ലാ സ്റ്റേറ്റിലുണ്ട്. ഇപ്പൊ നമ്മുടെ മെയിൻ എയർപോർട്ടുകളിലെല്ലാം വരുന്നപ്പോ ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിലും ഡൊമസ്റ്റിക്കിലുണ്ട്. ഓൾറെഡി തന്നെ ഇന്റർനാഷണലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാറായി. പിന്നെ ചെന്നൈയിലായി, കോയമ്പത്തൂർ ഇപ്പൊ അല്ലാതെ ഷോറൂം അല്ലാതെ ഉണ്ട്, ഹൈദരാബാദ് ലുലുവിലുണ്ട്. നമുക്ക് എവിടെയാണോ ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വെച്ചാൽ അവിടെ നമുക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാവരിലേക്ക് എത്താം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ കസ്റ്റമർ ഉണ്ട്. അതർ സ്റ്റേറ്റിലുള്ള മലയാളികൾ ഓൺലൈൻ അയച്ചുണ്ട്. ഓൺലൈൻ തന്നെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, വെബ്സൈറ്റിൽ പോയിട്ട് അത് നല്ല ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് അവർ അയച്ചു കൊടുക്കും. അത് നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഡിസൈൻ കണ്ട് ഇപ്പൊ പുറത്തുള്ളവരാണെങ്കിലും UAE-യിലാണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം.
അവർ അയച്ചു തരും കേട്ടോ. അത് ഷോപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. ബ്ലൂ സ്റ്റോൺ നല്ല രസമുണ്ട്, ഭംഗിയായിട്ടുണ്ട്. പാലക്ക, അതെ, പാലക്ക ഒരു പീക്കോക്കിന്റെ ഷെയ്ഡിൽ. അത് നമുക്ക് പീക്കോക്കിന്റെ പീലി അങ്ങനെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒറ്റ മാലയായിട്ട് ഇടാൻ കുട്ടികൾക്ക് നല്ലതായത്, കുട്ടികൾക്കും എല്ലാവർക്കും. പിന്നെ ബ്രൈഡിനാണെങ്കിലും ഇതൊരു സെന്ററിൽ ഇങ്ങനെ ഒരു സ്പേസ് വരും. മനസ്സിലായി. എനിക്ക് ഒരു 10-12 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. ഒറ്റ മാല നല്ല രസമാണ്. അമ്മമാരൊക്കെ നോക്കി വെച്ചു മക്കൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടുണ്ട്. ഇത് കല്യാണ പെൺകുട്ടികൾക്ക് ഇടാനായിട്ട് നല്ലൊരു ലക്ഷ്മി മാല അല്ലേ. അതൊക്കെ 2-in-1 ആയിട്ട് യൂസ് ചെയ്യാം. മാമിന് ഇങ്ങനെ ഒരു മാലയായിട്ട് ഇടാം. ഒപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് ചെയിൻ ആയിട്ട് ഇടാം. അത് കൊള്ളാം. ഹിപ്പ് ചെയിൻ ആയിട്ട് മനസ്സിലായി. ഹിപ്പ് ചെയിൻ ആയിട്ട് ഇടാനും നല്ലതാ. ഞങ്ങളുടെ കുറെ മാലകള് പെൻഡന്റ് ഇല്ലാതെ വരുന്നതൊക്കെ അങ്ങനെ ഹിപ്പ് ചെയിൻ ആയിട്ട് ഗോൾഡുമായിട്ട് ഒരു ഡിഫറൻസ് മനസ്സിലാകത്തില്ല. ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക് ഒക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തത്. മാല ഇടുമ്പോ നമ്മള് വിലക്കല്ലോ, നമ്മള് ഭംഗിക്കല്ലേ മാല ഇടുന്നത്. ഇതിലെ ആ വൈറ്റ് സ്റ്റോൺ ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത്. അതെ 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 അതെ. സ്റ്റോണ് എന്ത് രസാന്നറിയോ കാണുമ്പോഴത്തേക്കും. അതെ 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 അതെ. എന്ത് ഭയങ്കര രസമായിട്ടുണ്ട്. ഗോൾഡില് കാട്ടിലും എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഈ പറക്കാട് ജ്വല്ലറിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയുന്നത്. 34 years ആയിട്ട് ഇവർ ജ്വല്ലറി മേക്കിങ്ങിന് ഉള്ള ഒരു ബ്രാൻഡാണ്. ഇവരുടെ ജ്വല്ലറി എല്ലാം സ്കിൻ സേഫ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാം. സയൻറ്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് അവർ ഓരോ ജ്വല്ലറിയും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നല്ല കോൺഫിഡൻറ്റും കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ജ്വല്ലറി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം നോൺ ഫെയ്ഡിങ് ആണ്. അപ്പം നമുക്കത് അങ്ങനെ കളറ് മങ്ങോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഒറിജിനൽ ഗോൾഡ് ജ്വല്ലറി ഉണ്ടാക്കുന്ന ഗോൾഡ് സ്മിത്ത് തന്നെയാണ് ഇവരുടെ ജ്വല്ലറിയും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പെർഫെക്ഷനോട് കൂടി ഈ പറക്കാടിൻ്റെ ജ്വല്ലറി ഒക്കെ ഇരിക്കുന്നത്. ഇവർ യൂസ് ചെയ്തേക്കുന്ന ആ 1 gram ഗോൾഡൊക്കെ 24 കാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും ആ ഒരു അൺമാച്ച്ഡ് പെർഫെക്ഷൻ വരുന്നത്. ഇതിനകത്ത് ഇവർ ഈ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ ഓരോ ജ്വല്ലറിയിലും, അതൊക്കെ സർട്ടിഫൈഡ് സ്റ്റോൺസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കുകയും ചെയ്യാം. പിന്നെ ഇവർക്ക് ഈ 100 ബ്രാഞ്ച് വേൾഡ് വൈഡ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഏത് സ്റ്റോറിൽ പോയും സാധനങ്ങൾ മേടിക്കാം. ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. വേറൊരു മോഡൽ ലക്ഷ്മി മാല, ഇത് നന്നായിട്ടുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ മാമിന് കല്യാണം കൂടാൻ പോണെന്ന് പറഞ്ഞു. അതെ അതെ, ഇത് അതിന് പറ്റിയതാ. അത് നല്ല മാല, ഒരു ആന്റിക് മോഡൽ ചെട്ടിനാടിലാണ് വരുന്നത്. നമുക്ക് ആന്റിക്കിലും കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇത് റൂബി പോലെ ഇരിക്കും അല്ലേ. അതെ അതെ, ചെട്ടിനാടിന് ഒരു റെഡിഷ് ഫീൽ ആയിരിക്കും. ആന ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഇതൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഈ കുഞ്ഞു 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 ഫ്ലവേഴ്സ് ഭയങ്കര രസമായിട്ടുണ്ട്. ഓ, ഇത് കാണുമ്പോ എനിക്ക് എന്ത് ചെയ്യണോ പറഞ്ഞിട്ട് എല്ലാം കൂടെ എനിക്ക് എല്ലാവരിൽ നിന്നും തോന്നിയ ഒരു പ്രത്യേകത പറയാം. മാമിന് എല്ലാ ഓർണമെന്റ്സിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അല്ല, ഞാനിവിടെ എല്ലാം കൂടെ എടുത്തോണ്ട് മുരളിയുടെ വീട്ടിൽ ചെല്ലുമ്പോ തല്ലി. പെൺകുട്ടികൾക്കൊക്കെ കല്യാണത്തിന്റെ ദിവസം ഇടാനും ഒക്കെ പറ്റിയൊരു സംഭവമാണ്. കാശിമാലയുടെ ഒരു കാശിമാലയുടെ വെറൈറ്റി കാശിമാല. അതെ, കാശിമാല സാധാരണ ഇങ്ങനെ ലോക്കറ്റ് കാണത്തില്ല. ഇതിപ്പം കാശിമാലയിലെ ലോക്കറ്റ് വരുന്നത് ലക്ഷ്മിമാല വിത്ത് റൂബി അല്ലേ. നിങ്ങൾ സ്റ്റോൺസ് ഒക്കെ ഇത് നല്ല ഇതായിട്ട് നല്ല ഷൈനിങ് സ്റ്റോൺസ് ആണല്ലോ യൂസ് ചെയ്തത്. ആണല്ലേ. ഓ ഓ ഓക്കെ. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒക്കെ ഇടാൻ പറ്റിയ, കോളേജ് ഗോയിങ് കുട്ടികൾക്കും അല്ല കൊച്ചു പിള്ളേർക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മാലയാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞ് കാണിക്കുന്നൊക്കെ അമ്മമാർ നോക്കി വെച്ചോ കേട്ടോ. മക്കളും പറഞ്ഞു അമ്മമാരടുത്ത് ഇത് മേടിച്ച് തരണം എന്നുള്ളത്. ജിമിക്കി മാല, ജിമിക്കി മാല ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ കുറേ ജിമിക്കി കമ്മലുണ്ട്. എനിക്കെല്ലാം കൂടെ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. താഴെ ഇരിക്കുന്നത് ഫുള്ള് ജിമിക്കികളാണ്. അപ്പോൾ ജിമിക്കി മാല എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എവിടെ എൻ്റെ കണ്ണ് പോകണം എന്ന് എനിക്ക് അറിയാതിരിക്കുകയാണ്. അടുത്തൊരു സൂപ്പർ മാല. അല്ലാണ്ട് ഇതൊന്ന് ക്ലോസപ്പിൽ കാണിച്ചല്ലേ. ലക്ഷ്മി കൂടുതലുള്ള ലക്ഷ്മി വിത്ത് ഗ്രീൻ ആൻഡ് മെറൂൺ, ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. നമ്മുടെ ഗോൾഡ് മിക്കത് ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് എപ്പോഴും വരിക. ഇത് നല്ല രസമുണ്ട്. ഒരു നെക്ക് ചോക്കർ പോലെ കിടക്കും, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് പിന്നെ ഇതുപോലെ കല്യാണം കൂടാൻ പോകുന്ന മാലകൾ, അതൊക്കെ
ഇതിപ്പോ നമുക്ക് ലക്ഷ്മി ഇല്ലാതെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മിക്ക് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഫ്ലവറോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ അയച്ചു തന്നാല് നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലേ? കസ്റ്റമൈസേഷൻ. അപ്പൊ ഇവർക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അയച്ചു തന്നാല് നമുക്ക് ഇവിടെയുള്ള ഡിസൈൻ അവരോട് എടുക്കുന്നു പറയാൻ പറ്റില്ല. നമുക്കൊരു ചോയ്സ്. ഇപ്പൊ നമ്മള് ആഭരണം ഇടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവർക്ക് ഇന്ന പോലെയാണ്. ഇപ്പൊ ചിലപ്പോ ഇവിടെ തന്നെയുള്ള നെക്ലസിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും മതിയോ, അതാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തു. ഒറ്റ കാര്യമുള്ളൂ, ചെറിയ സമയം തരണം എന്ന് മാത്രം. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ വയ്ക്കുന്ന സ്റ്റോണിനെ കുറിച്ച് അതായത് പല അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് വെക്കുമ്പോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ അതെന്തായാലും മുൻകൂട്ടി അത് പറഞ്ഞതിന് ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യൂ. പുറത്തുനിന്നുള്ളവരും ഇവിടെ ഷോപ്പിൽ വരാൻ പറ്റാത്തവര് അയച്ചു തന്നാലും ചെയ്താൽ നമ്മൾ ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഫോണുകളിലും എന്റെയൊക്കെ പേഴ്സണൽ ഫോണിൽ തന്നെ കസ്റ്റമർ ചാറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇയാളുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. കടയിലും കൂടി വന്നിട്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടോ? സിന്ധുവിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സിന്ധുവിനെ ഷോപ്പിലെ നമ്പർ. അപ്പൊ എല്ലാവരും സിന്ധുവിനെ വിളിച്ചാൽ സിന്ധു ഏറ്റവും നിങ്ങൾ എല്ലാവരും കഴുത്തിൽ വെച്ച് നോക്കിയേ, എന്റെ ഭംഗിയൊക്കെ കാണാം. സൂഫി മാല അല്ലേ? ഇങ്ങനെ സ്റ്റോണും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇങ്ങനെ സ്റ്റോണും കുറച്ച് ഗോൾഡും കൂടി വന്നിട്ട് വരും. ഓക്കെ ഓക്കെ. സിമ്പിൾ മാല. സിമ്പിൾ മാല അങ്ങനെയുള്ളതും നമ്മുടെ അടുത്തുണ്ട്. വലുത് കാണിച്ചു. അതെ അതെ ശരിയാ. ഇതിനൊക്കെ വളരെ കുറവ് പ്രൈസ് ആണ്. അയ്യോ ഇത് ഭയങ്കര വിലയാണോ, ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. വില വളരെ കുറവാണ് കേട്ടോ. വില എത്രയെന്ന് എന്നോട് ചോദിക്കേണ്ട, ഈ സിന്ധുവിനോട് വിളിച്ചു ചോദിച്ചാൽ മതി. കാരണം എനിക്കിതിന്റെ വില കാണാമല്ലോ, വളരെ കുറവ് വിലയാണ്. അതെ അതെ മൊത്തത്തില് കൺഫ്യൂഷൻ. അതെ അതെ, അതുകൊണ്ടാണ് പറഞ്ഞ വില അത് ഈ മാലക്കാണോ ഈ മാലക്കാണോ എന്നുള്ളൊരു ഇത് ക്ലാരിറ്റി. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിന്റെ ആയിട്ട് വില പറയാത്തത്. എന്തുകൊണ്ട് വില ഞാൻ പറഞ്ഞില്ല, ചേച്ചി വില പറഞ്ഞില്ല എന്നാരും. ഡയമണ്ട് മോഡൽ മാല കിട്ടിയില്ല എന്ന കംപ്ലൈന്റ് വേണ്ട. ഡയമണ്ട് നെക്ലസ് മോഡൽ കുറേ പേരൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ വിചാരിക്കും ഇത് ശരിക്കും ഡയമണ്ട് ആണോ, ഇതിട്ടാലും മതി, നമുക്ക് ഡയമണ്ട് ഇട്ടൊരു ഫീൽ കിട്ടും. ശരിക്കും ഇത് ഒറ്റ മാല മതി അല്ലേ? ആ കല്യാണ റിസപ്ഷനിലൊക്കെ പെൺകുട്ടികൾക്ക് ഇടാനായിട്ട് ഒരു ഒറ്റ സംഭവം മതി ശരിക്കും. താഴോട്ട് മാല വേണമെന്നില്ലല്ലോ ഈ ഒരു കല്യാണ റിസപ്ഷനൊക്കെ ശരിക്കും നമുക്ക് ഡയമണ്ട് ആണോ അല്ലയോന്ന് പോലും അറിയത്തില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ വലിയ ഐറ്റം ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ 1 ഇയറിനുള്ളിൽ ഇപ്പൊ ബ്രൈഡിന്റെ ആ ഒരു ഇതൊക്കെ മാറുമല്ലോ. ഒരു വർഷമൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ വന്ന് നമുക്ക് മാറിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 50% ഓഫറിൽ നമുക്ക് മാറ്റിയെടുക്കാം 1 ഇയറിനുള്ളിൽ. 2 വർഷം കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിലാണെങ്കിൽ 40%, 3 വർഷം കഴിഞ്ഞിട്ട് 30%, അങ്ങനെ നമുക്ക് വാറണ്ടി എക്സ്ചേഞ്ച് വാറണ്ടി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറെ പേർക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് ഇങ്ങനത്തെ പരിപാടി അറിയത്തില്ലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഗോൾഡ് ആണെങ്കിൽ എല്ലാവർക്കും ഇത് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് നാളത്തെ അസറ്റ് ആക്കി മാറ്റാം. പക്ഷെ ഇത്തരം ഐറ്റം വാങ്ങുമ്പോൾ ഇത് അസറ്റ് എന്നല്ല, ഒരു നമ്മുടെ സാരിയൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു ഓർണമെന്റ്സ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. സാരി പിന്നെ കുറെ കഴിയുമ്പോൾ ഇതാണെങ്കിൽ മടുപ്പ് വരും. നമുക്ക് പുതിയ ഡിസൈൻ ഇടണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ എല്ലാ ഷോറൂമിലും എപ്പോ ചെന്നാലും അതിപ്പോ ഇവിടെ നിന്ന് എടുത്തത് ഇവിടെ തന്നെ തരണമെന്നില്ല, ഏത് ഷോറൂമിലാണെങ്കിലും കൊടുക്കാം. സെയിം ഫീൽഡിൽ തന്നെ നമുക്ക് ഈ എന്താണോ പറഞ്ഞിരിക്കുന്ന വാറണ്ടിയിലുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തു. അല്ല, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനും ഗോൾഡിന് പകരം ഇത് ഈ ഷോപ്പിലോട്ട് വരാനുള്ള റീസൺ തന്നെ അതാണ് കേട്ടോ. ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെഡിങ് ജ്വല്ലറി കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് അത് ഒരു ചേഞ്ച് ഇല്ല. വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് ആ ഒരെണ്ണം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാകുമ്പോൾ മാറ്റി മാറ്റി എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറക്കാട്ടിലോട്ട് വന്നത് തന്നെ. അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സ്ചേഞ്ച് ഓഫർ അതൊക്കെ കൊള്ളാം. ഇതിന്റെയൊക്കെ കമ്മലുണ്ട്. ഞാൻ ഒന്നിന്റെയും കമ്മൽ ഇതുവരെ കാണിച്ചില്ല. അവിടെ എല്ലാം കമ്മലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയമണ്ടിന്റെ സെറ്റ് പോലത്തെ എങ്കിലും കമ്മലൊന്നത് അതുപോലെ തന്നെ പല ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. അവിടെ റെഡ് ഉണ്ട്. ഇട്ട് നോക്കാം, നമുക്ക് ഇട്ടിട്ട് ഏതാ ചേരുന്നത് നോക്കിയിട്ട് എടുക്കാം. അതെ അതെ, ഇട്ട് നോക്കാം. ആദ്യം ചെറുതായിട്ട് നോക്കാം. ഇതിപ്പോ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഏത് വെക്കണം അതെ, ഏത് വെക്കണം. മുരളിയുടെ മുഖത്തൊരു ചെറിയ വീർപ്പുണ്ട്. ഇല്ല, അത് കുഴപ്പമില്ല, ഞാൻ പരിഹരിച്ചു. നമ്മൾ സ്വർണ്ണക്കടയിലെല്ലാം നിക്കണേ. അത് ഇത് കാണുമ്പോ നമുക്ക് സ്വർണ്ണക്കട എല്ലാം തോന്നുന്നില്ല. നിങ്ങളിത് കണ്ടിട്ട് പറയണം കേട്ടോ എനിക്ക് ഏതാ ചേരുന്നെന്ന്. തീർച്ചയായിട്ടും
ലാസ്റ്റേ പറയത്തുള്ളൂ. ലാസ്റ്റേ പറയുള്ളൂ. അതിന് മുമ്പ് മാമിന്റെ ബ്ലോഗിന്റെ താഴെ കസ്റ്റമറുടെ കമന്റ് പറയും. എനിക്ക് ഇതാണ് എന്റെ മനസ്സിൽ കുറേ നേരമായിട്ട് എന്റെ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന സംഭവം. കാരണം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുഞ്ഞു കുഞ്ഞ ഫ്ലവേഴ്സും ആന തലമുക്കി നിൽക്കുന്നത് നല്ല രസമുണ്ട്. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. ഓരോ അതെ 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 ഇതും ഭംഗിയാണ്. താഴത്തെ ഫ്ലവേഴ്സും എല്ലാം ഭയങ്കര രസമുണ്ട്. ഇത് ഇത് നമ്മൾ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോയാലും ആരെങ്കിലും ഒന്ന് ചോദിക്കും അതെ എവിടെ നിന്നാണ് ഇത്. ആന്റിക്കില്ല ഒരു ഡിസൈൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു ഡിസൈനാണ്. നല്ലൊരു ഇത് മറ്റേ മുല്ലമുട്ടിന്റെ മോഡൽ അല്ലല്ലോ അങ്ങനെയാണ്, പക്ഷെ എന്നത്ര ട്രഡീഷണൽ അല്ല. ഒരു മോഡേൺ മുല്ലമുട്ടല്ലേ. ഏത് കാസ്റ്റിനെ യൂസ് ചെയ്യാം. അതില് ലക്ഷ്മി ഒന്നുമില്ല. ഓൺലൈൻ സ്റ്റോൺ വരുന്ന കെമ്പ് സ്റ്റോണിന്റെ ഒരു മെറൂൺ കളറുള്ള സ്റ്റോൺ. നല്ല ഭംഗിയാണ്. നല്ല ട്രെൻഡ്. ബ്ലാക്ക് സാരിയുടെ കൂടെ വരെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണല്ലേ. ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തിയതാണോ? ആദ്യമായിട്ട് വച്ച് നോക്കുന്നത് പോലും ഞാനാണ് ഇനോഗ്രേഷൻ അല്ലേ. ഒരു ഒറ്റ പീസായിട്ട് മതി. കറക്റ്റ് ആണ്. ഇത് മറ്റേ ചെട്ടിനാട് തന്നെ അല്ലേ? ചെട്ടിനാട് തന്നെയാണ്. ചെട്ടിനാടെന്ന് നോക്കണ്ട. ഇതിപ്പോ ആന്റിക്കില് വേണമെങ്കിലും ഗോൾഡൻ കളറിൽ വേണമെങ്കിലും നമ്മൾ കൊടുക്കും. എല്ലാത്തിലും ചെയ്യുകയും ചെയ്യും. എല്ലാത്തിലും ചെയ്യും. കാരണം നമുക്ക് ഈ ബേസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അത് ഇത്തിരി കയറി നിൽക്കാതെ ഇങ്ങനെ നിൽക്കാം. അത്ര ഇറക്കണം എന്നില്ല. ഇങ്ങനെ ഫ്രണ്ടില് വന്ന് മനസ്സിലായി. ഇങ്ങനെ നിൽക്കും. ഇത് ഏത് ഷെയ്ഡിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എന്ത് നല്ല രസമുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കല്ല, കല്യാണം കൂടാൻ പോവാനല്ല, കല്യാണ പെൺകുട്ടികൾക്ക് രണ്ട് മാല മതി. അതെ 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 അതെ. അല്ല ഇപ്പൊ കൊറേ സെലിബ്രിറ്റി വെഡിങ് കാണുന്നതെല്ലാം ഇങ്ങനത്തെയും ഒരു വലിയ പീസാണ്. അതെ നമ്മളുടെ പറക്കാട്ടില് ഇങ്ങനെ വരുന്നതില് ഇതിന്റെ ഒരു സെറ്റ് പോലെ. ഇത് സെറ്റ് അല്ല, മനസ്സിലായി. ആക്കി വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ രണ്ട് മാലയും കൂടി ഉള്ളത് അതെ 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 അതെ. സാധാരണ അങ്ങനെ ഒരുമിച്ച് മനസ്സിലായി. അപ്പൊ നിങ്ങക്ക് മക്കൾക്കൊക്കെ കല്യാണ പെൺകുട്ടികൾക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ രണ്ട് പീസായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് ഇടുന്നത്, രണ്ട് മാലയായിട്ട് ഇടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സെയിം ഡിസൈൻ ആട്ടോ. മനസ്സിലായി. അതെ 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 അതെ. ഇത് വന്നിരിക്കണം. ഇപ്പൊ എല്ലാരും ഇങ്ങനെയല്ല രണ്ട് മാലയിൽ ഇടാറുള്ളൂ കല്യാണ പെൺകുട്ടികളെല്ലാം. മാമിന് ഈ മാല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് അതെ 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 വലുതും കൂടി ഉണ്ടെന്ന് കാണിച്ചു. മനസ്സിലായി. ഇപ്പൊ ഇങ്ങനത്തെ സെയിം നിങ്ങൾക്ക് ഈ ടൈപ്പ് റെന്റും ഉണ്ടാവുമല്ലോ. കാണും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. നന്നായിട്ട് പതിഞ്ഞു നിൽക്കും. ഒപ്പം കറക്റ്റ് ഡയമണ്ട് ഫിനിഷ്. ഇതങ്ങനെ കുത്തുന്നൊന്നുമില്ല കേട്ടോ. നല്ല ഒരു കുത്തലും ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റോൺ സാധാരണ കുത്തുവോ പിടിക്കുവോ എന്നുള്ള ഒരു ഇതില്ല. കറക്റ്റ് ഡയമണ്ട് ഫീലിൽ തന്നെ. പിന്നെ ഇത് അങ്ങനെ ഫെയ്ഡ് ആവുമൊന്നുമില്ലല്ലോ അല്ലേ? ഇതിന്റെ ഗോൾഡൻ വാഷബിൾ ആണല്ലേ? ഷാമ്പു ഉപയോഗിച്ചപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൗഡറോ ക്രീമോ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ. നമ്മള് അതെല്ലാം യൂസ് ചെയ്യുമ്പോഴാണല്ലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെക്കുമ്പോ അതൊന്ന് വാഷ്. സാധാരണ അതാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ, കളർ ഫെയ്ഡ് ആവും. ആ പേടിയും വേണ്ട, വാഷ് ചെയ്യാം. അപ്പൊ എനിക്കും ചെറിയൊരു കുഞ്ഞു ചാനലുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കസ്റ്റമറെ ബേസ് ചെയ്തിട്ട് നമ്മള് പറയണത്, അതായത് ഞാൻ ഇവിടെ നിന്ന് ഒരാളോടോ രണ്ടാളോടോ പറയുമ്പോ അവർക്ക് മാത്രല്ല, അപ്പൊ എന്റെ സന്തോഷത്തിന് ഞാനൊരു കുഞ്ഞു ചാനലൊക്കെ തുറക്കുന്നു. അപ്പൊ അതില് ഞാൻ ഈ മാല വാഷ് ചെയ്യണ വീഡിയോ കാണിച്ചു. ഇത് പറക്കാട്ടാണ്. നാട്ടുകാർക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കള്ളം കൂടെ വരാതിരിക്കാൻ വേണ്ടിയാവും ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇതിപ്പോ എനിക്ക് 18 വർഷമായിട്ട് എന്റെ താലിമാല ഇതാണ്. ശരിക്കും ഈ സമയത്തൊന്നും ഇത്രയും വലിയ താലിമാല ഒന്നും ഇട്ടാരും നടക്കില്ല. പക്ഷെ ഞാൻ കുറെ പേരെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് എടുക്കുന്നത്. ഇതും പറക്കാട്ടാണ്. താലി ഒഴിച്ച് കുറെ പേർക്ക് അറിയാട്ടോ. കുറെ പേര് പറയും ഈ പെക്ക ചെയ്തപ്പോ എപ്പോഴും പറയുന്നു. എനിക്കൊരു കാര്യമല്ലേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മുടെ വെഡിങ് കല്യാണ പെൺകുട്ടികൾക്ക് തന്നെ കല്യാണ തലേന്നൊക്കെ ഇടാനായിട്ട് നല്ലതാ. ക്രിസ്ത്യൻ ബ്രൈഡിന് എപ്പോഴും ഇങ്ങനെയുള്ള അതെ 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 അതെ. വൈറ്റ് ഗൗണിന്റെ കൂടെ വൈറ്റ് സാരിയുടെ കൂടെ ഒക്കെ സൂപ്പറാണ്. വൈകിട്ട് റിസപ്ഷൻ. അതെ അതെ അതെ. മറ്റേ ഇപ്പോഴത്തെ ഈ മെഹന്തി സെറമണി സംഗീത് നൈറ്റിനൊക്കെ ഇടാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അതെ അതെ അതെ. നല്ലതായത്. ഇതിന്റെ തന്നെ ഗ്രീൻ കളർ പല ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. ഗ്രീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പൊ കല്യാണ പെൺകുട്ടികള് പേരൻസിനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. ഒത്തിരി വിലയ്ക്ക് ഗോൾഡൊക്കെ എടുത്ത് ഇങ്ങനത്തെ ഒരു 2-3 സെറ്റുകൾ എടുത്താൽ മതി. അധികം കാശ് ചെലവാകത്തില്ല. പേരൻസിന് സമാധാനം, പെൺപിള്ളേർക്ക് ആ പൈസ നിങ്ങൾക്ക് എന്തിനൊക്കെ വേറെ യൂസ് ചെയ്യാം അല്ലേ. അപ്പം ഇങ്ങനെ യൂസ് ചെയ്താൽ മതി.
അപ്പം ഞാൻ അതാണ് പറക്കാട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചത്. കാരണം ഇതിന് 2-3 കല്യാണങ്ങളുണ്ട്. ഇത് എടുക്കുകയാണെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇവർക്ക് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഡബിൾ സംഭവം. അപ്പം ഞാനിതിലൊരു ഫൈനൽ സെലക്ഷനൊക്കെ നടത്തി. മുരളിയെണ്ണ ഒന്ന് സോപ്പിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റായിട്ടും ഞാൻ ഇവരുടെയൊക്കെ നമ്പർ കൊടുക്കുന്നതായിരിക്കട്ടെ. പ്രത്യേകിച്ച് സിന്ധു ചേച്ചിയെ വിളിച്ചോളുക. പൈസ കുറച്ച് തരാൻ പറയണം കേട്ടോ. സിന്ധു ചേച്ചിയെ വിളിച്ചിട്ട് പുറത്തുള്ളവർ ഓർഡർ ചെയ്താലും ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അയച്ചു കൊടുത്താൽ അതൊക്കെ ചെയ്തു തരും. കണ്ണിലുടക്കിയ ഈ സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. ഇതിൻ്റെ മാത്രം ഞാൻ പ്രൈസ് പറയാം. കാരണം ഞാൻ എടുത്തതിൻ്റെ പ്രൈസ് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. 11,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അതെനിക്ക് ഷുവർ അല്ല. അപ്പം നിങ്ങൾ ഓൺലൈനിലും ചെക്ക് ചെയ്തോളൂ. പിന്നെ എന്തെങ്കിലും ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ഇവർക്ക് അയച്ചു കൊടുക്കാം. സിന്ധുവിന് അയച്ചു കൊടുത്താൽ, സിന്ധു ചേച്ചിക്ക് അയച്ചു കൊടുത്താൽ, ആർക്ക് അയച്ചു കൊടുത്താലല്ല, സിന്ധു ചേച്ചിക്കല്ല, ആർക്കും എവിടെയെങ്കിലും വർക്കാട്ട് നമ്പറല്ലേ കൊടുത്തേക്കാം. ഒരു പല സ്ഥലത്തും ഉണ്ട് ബ്രാഞ്ച് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഞാനിപ്പോൾ എറണാകുളത്ത് വന്നതേ ഉള്ളൂ. പല സ്ഥലത്ത് അയച്ചു കൊടുത്താൽ പണിത് തരും. അപ്പം ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ 15,000 രൂപയ്ക്ക് ഇത്രയും വലിയ മാല മേടിച്ച് സ്വർണ്ണക്കടയിൽ പോയിരുന്നെങ്കിൽ ലക്ഷങ്ങളായേനെ. അപ്പം അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് എനിക്കിത് മാറ്റണമെങ്കിൽ എത്ര ഡിസ്കൗണ്ട് വെച്ചിട്ട് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതെനിക്ക് ഭയങ്കര 1 ഇയറിനുള്ളിൽ മാറ്റിയെടുക്കാം. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സംഭവം. എനിക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് വേറൊന്നുണ്ട്, നെക്ലസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതാണ് അത് നമുക്കിനി വേറെ വ്ളോഗായിട്ട് എടുക്കേണ്ടി വരും. ബാക്കിയുള്ള ലോക്കറ്റുകള്, കമ്മലുകള്, മാല, പാദസരം അങ്ങനെയുള്ളതൊക്കെ കളക്ഷൻ കിടക്കുവാണ്. ആ ഏരിയയിലേക്കൊന്നും വന്നിട്ടേ ഇല്ല. ഞാൻ മാല എടുക്കാനായിട്ട് ഫോക്കസ് ചെയ്ത് വന്നോണ്ട് അത് മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ, അത് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. കമ്മല് നോക്കിയിട്ടില്ല, വളം നോക്കിയിട്ടില്ല. മുരളിയേട്ടന് ബോറ് പിടിക്കും, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അത് നമുക്ക് വേറൊരു വ്ളോഗിൽ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.